ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 10 ശ്ലോകം 10. ജാനന്നുപായമതദേഹമജോ വിഭജ്യ സ്ത്രീപുംസഭാവമജന്മതുതത്വദൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയംസ്ത്വം ഗോവിന്ദമാരുതപുരേശ നിരുന്തിരോഗാൻ. സാരാംശം. ഹരേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. വിഷമവും സങ്കടവും വരുമ്പോഴാണല്ലോ എല്ലാ ജനങ്ങളും ഭഗവാനെ ആശ്രയിക്കുന്നത്. ഇപ്പോൾ സാധാരണയായി അങ്ങനെയാണല്ലോ പതിവ്. ബ്രഹ്മദേവനും തൻ്റെ സൃഷ്ടി അഭിവൃദ്ധിപ്പെട്ടു വരാത്തതിൻ്റെ വിഷമത്തോടെ ഭഗവാന്റെ തൃപ്പാദത്തെ തന്നെ ആശ്രയിച്ചു. നീന്തിരുവടിയുടെ പാദാംബുജങ്ങളെ ആശ്രയിച്ചു ഭജിച്ചതുകൊണ്ട് സൃഷ്ടിയെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉപായത്തെ ബ്രഹ്മദേവൻ്റെ മനസ്സിൽ നല്ലവണ്ണം തെളിഞ്ഞു. അതിൻ പ്രകാരം ബ്രഹ്മദേവൻ തൻ്റെ ശരീരത്തെ രണ്ടാക്കി വിഭജിച്ചു. അപ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും പ്രകടമായി. തൻ്റെ ശരീരത്തിൻ്റെ വലതുഭാഗത്തു നിന്ന് പുരുഷനും ഇടതുഭാഗത്തു നിന്ന് സ്ത്രീയുമാണ് പ്രകടമായത്. പുരുഷന് മനു എന്നും സ്ത്രീക്ക് ശതരൂപ എന്നും നാമധേയമുണ്ടായി. ലോകത്തിലെ ആദ്യത്തെ സ്ത്രീ പുരുഷന്മാരാണ് മനു ശതരൂപ ദമ്പതിമാർ. അങ്ങനെ ആദ്യമായി അവരിൽ തുടക്കമിട്ടുകൊണ്ട് സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ മനുഷ്യവംശങ്ങളെ വർദ്ധിപ്പിച്ചു. നമ്മളെല്ലാം ആ വംശത്തിൻ്റെ പിൻതലമുറക്കാരാണ്. അപ്രകാരമുള്ള ശ്രീ ഗുരുവായൂരപ്പ, എൻ്റെ രോഗാതി രോഗങ്ങളെ നിശേഷം ശമിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തെയും ദശകത്തെയും ഉപസംഹരിക്കുന്നത്. 10ാം ദശകത്തിലെ ഈ അക്ഷരപ്പൂക്കൾ ഭക്തിപുരസ്സരം ഭഗവത് പാദാരവിന്ദത്തിൽ അർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.